റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം വടക്കേ ഗ്രാമം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്വന്തമാക്കാനായി നീതിന്യായ സംവിധാനത്തിലെ ഉന്നത വ്യക്തി ശ്രമിക്കുന്നതായി ക്ഷേത്ര നവീകരണ കമ്മിറ്റി ഭാരവാഹി AM ഷിബു ആരോപിച്ചു. ജനകീയ ആവശ്യത്തെ തുടർന്ന് 1993 മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തെങ്കിലും ക്ഷേത്ര നടത്തിപ്പിന് സാമ്പത്തിക വരുമാനം ഇല്ലാത്തതിനാൽ നടത്തിപ്പിൽ നിന്ന് ദേവസ്വം ഒഴിവായെന്നുമാണ് ആരോപണം. ഇപ്പോൾ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജായിട്ട് ജോലി ചെയ്യുന്ന S. ഈശ്വരൻ, അതുപോലെ തന്നെ ശ്രീ കൃഷ്ണമൂർത്തി, അങ്ങനെയുള്ളവരെയൊക്കെ ഈ കുംഭാഭിഷേക കമ്മിറ്റിയുടെ സമയത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ നാട്ടുകാർ നിശ്ചയിച്ചു. ആ ക്ഷേത്രം കുംഭാഭിഷേകം കഴിഞ്ഞതോടുകൂടി വളരെ മനോഹരമായി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭരണം പിടിച്ചടക്കാൻ നിലവിൽ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറായ ആള് അതിനുള്ള കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞു തുടങ്ങി. അദ്ദേഹം എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ, നമുക്കറിയാം, ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോലെയോ ലെജിസ്ലേറ്ററി എന്ന് പറയുന്ന പോലെയല്ല ജുഡീഷ്യറി, അതുപോലെയല്ല ജുഡീഷ്യൽ ഓഫീസർ. അയാൾ ഏറെക്കുറെ നിഷ്പക്ഷനായി നിലകൊള്ളേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഈ നാട്ടിൽ താമസമില്ല. അദ്ദേഹം താമസിക്കുന്നത് എറണാകുളത്താണ്. അദ്ദേഹത്തിന്റെ കുടുംബ വേരുകൾ ഇവിടെ ആയതുകൊണ്ട് ഈ നാട്ടുകാർ ക്ഷണിച്ചിട്ടാണ് അയാളെ കമ്മിറ്റിയിലാക്കിയത്. പക്ഷെ കമ്മിറ്റിയിലുള്ള മറ്റുള്ള ആളുകളെല്ലാം ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ആലത്തൂർ 3rd ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്ന് വാങ്ങുകയും അതിൽ പ്രകാരം മൂപ്പരുടെ അവിടുത്തെ പാരമ്പര്യ ഘടകക്കാരെ പാരമ്പര്യ ശാന്തിയെല്ലാം പുറത്താക്കിക്കൊണ്ട് മൂപ്പർ നിത്യ ശമ്പളം കൊടുത്ത് ആളുകളെ വെച്ചിട്ട് ഇപ്പോൾ ബലമായി ഈ ക്ഷേത്രം അദ്ദേഹം കൈയടക്കി വെച്ചിരിക്കുകയാണ്. പ്രദേശവാസികൾ സംഘടിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ കുംഭാഭിഷേകം സംഘടിപ്പിച്ചു. പ്രദേശവാസിയായിരുന്ന വ്യക്തിയെ കുംഭാഭിഷേക കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ക്ഷേത്ര നടത്തിപ്പ് സുഗമമായതോടെ ട്രസ്റ്റിയാവാനായി കുതന്ത്രങ്ങൾ നടപ്പിലാക്കിയെന്നും ആരോപണമുണ്ട്. ജുഡീഷ്യറി പദവിക്ക് നിരക്കാത്ത രീതിക്കെതിരെ നിയമ മന്ത്രാലയത്തിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനും ക്ഷേത്ര നടത്തിപ്പ് ശക്തിപ്പെടുത്താനുമായി എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെടുന്ന പൊതുയോഗം ജനുവരി 11 മംഗലത്ത് സംഘടിപ്പിക്കുമെന്നും ഷിബു പറഞ്ഞു. ക്ഷേത്രം പൂജാരി വെങ്കിട ചലപതി, ഭാരവാഹികളായ അശോകൻ, ശ്രീനാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.